ആത്മാർത്ഥമായ തൻ്റെ പ്രാർത്ഥനയുടെ ബലത്തിൽ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ ഒരു പ്രവാചകനുണ്ട്. ദ സ്റ്റോറി ഓഫ് യൂനുസ് അലൈഹിസ്സലാം. നീണ്ട 33 വർഷം അദ്ദേഹം പ്രബോധനം നടത്തിയിട്ടും അദ്ദേഹത്തെ പിന്തുടർന്നവർ ഒന്നോ രണ്ടോ പേർ മാത്രം. ക്ഷമയുടെ പിൻബലത്തിൽ അക്കാലമത്രയും പിടിച്ചുനിന്ന യൂനുസ് നബി പിന്നീട് അക്ഷമനായിക്കൊണ്ട് തൻ്റെ ദൗത്യം ഉപേക്ഷിച്ചു മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തു. കപ്പലിൽ യാത്ര തിരിച്ച യൂനുസ് നബിയെ യാത്രാമധ്യേ കപ്പലിൽ നിന്നും പുറത്താക്കുകയും ശേഷം വലിയൊരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ചെയ്തു. അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം പാതിവഴിയിൽ ഉപേക്ഷിച്ചതിൻ്റെ ശിക്ഷയാണെന്നും മരണത്തിൽ കുറഞ്ഞ് താനൊരു ശിക്ഷയും അർഹിക്കുന്നില്ലെന്നും ചിന്തിച്ചുകൂട്ടിയ യൂനുസ് നബി അലൈഹിസ്സലാം അവസാന പ്രതീക്ഷയുടെ കണിക എന്നോണം അള്ളാഹുവിനോട് ഒരു ദുആ ചെയ്തു. എന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നായിരുന്നില്ല ആ ദുആ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. നീയാകുന്നു പരിശുദ്ധൻ, നീയല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. ഞാനിതാ ഒരു തെറ്റുകാരനായിരിക്കുന്നു. ഏറ്റുപറച്ചിലിൻ്റെ വളരെ നിഷ്കളങ്കമായ ഈ ഒരു പ്രാർത്ഥന കേട്ട പടച്ചവൻ യൂനുസ് നബിക്ക് പുറത്തു കൊടുക്കുകയും മത്സ്യത്തിൻ്റെ വായിൽ നിന്നും തന്നെ ജീവനോടെ പുറത്തെടുക്കുകയും ചെയ്തു. ചെയ്തുപോയ തെറ്റുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണ് യൂനുസ് നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ.